പ്രശസ്ത കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം അലയടിക്കുന്ന കാലം കൃഷ്ണപിള്ള ഒളിവിലാണ്. പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് അദ്ദേഹം ഓരോ സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒരു രാത്രി വലിയ മഴ പെയ്യുന്ന ഒരു സമയം കൃഷ്ണപിള്ള ഒരു ചെറിയ ചായക്കടയുടെ വരാന്തയിൽ അഭയം തേടി. വേറെ എങ്ങോട്ടും പോകാൻ കഴിയില്ല. അതിൻ്റെ കടയുടമ, ആ ചെറിയ കടയുടെ ഉടമ ഒരു പാവം വൃദ്ധനായിരുന്നു. അദ്ദേഹം കൃഷ്ണപിള്ളയോട് അകത്തോട്ട് കയറി ഇരുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് കൃഷ്ണപിള്ളയ്ക്ക് ആ വൃദ്ധൻ നല്ല ചൂടുള്ള ചായ നൽകി. വിശക്കുന്നുണ്ടോ? ഈ ചോദ്യം വൃദ്ധനിൽ നിന്ന് വന്നു. കൃഷ്ണപിള്ളയ്ക്ക് ഒരല്പം ലജ്ജ തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ ഒറ്റ പൈസ എടുക്കാനില്ല. അദ്ദേഹം എന്തെങ്കിലും കഴിക്കാൻ തന്നാൽ തിരിച്ചു കൊടുക്കാൻ പണമില്ല. കൃഷ്ണപിള്ള തൻ്റെ അവസ്ഥ പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമില്ല. അത് കേട്ടപ്പോൾ ആ വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഈ മഴയത്ത് നീ എങ്ങോട്ട് പോകാനാ? നാളെ രാവിലെ പോയാൽ പോരെ? മാത്രവുമല്ല, അദ്ദേഹത്തിനെ സ്വീകരിച്ചിരുത്തിയത് മാത്രമല്ല ഈ വൃദ്ധൻ ചെയ്ത് അദ്ദേഹത്തിന് നല്ല കഞ്ഞി വിളമ്പി കൊടുത്തു. ആ രാത്രി കൃഷ്ണപിള്ള വൃദ്ധനൊപ്പം സുഖമായിട്ട് ഉറങ്ങി. രാവിലെ പോകാൻ നേരത്തെ കൃഷ്ണപിള്ള തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു മോതിരമൂരി ആ വൃദ്ധന് സമ്മാനിക്കാൻ ശ്രമിച്ചു. എന്നാൽ വൃദ്ധൻ സ്നേഹത്തോടെ പറയോ, വേണ്ട 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 മോനെ, നിൻ്റെ കഷ്ടപ്പാടുകൾ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നീ സുരക്ഷിതനായിട്ട് പോയി വാ. കൃഷ്ണപിള്ളയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അദ്ദേഹം ആ വൃദ്ധൻ്റെ കാൽക്കൽ വീണു, നമസ്കരിച്ചു. കൃഷ്ണപിള്ള പിന്നീട് സഖാക്കളോട് എപ്പോഴും ഈ കഥ പറയാറുണ്ടായിരുന്നു. സഹാനുഭൂതി, നിസ്വാർത്ഥമായ സ്നേഹം, അന്യരോടുള്ള സ്നേഹവായ്പ, ഇതെല്ലാം ആ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു വൃദ്ധനെയാണ് ആ രാത്രിയിൽ അദ്ദേഹം പരിചയപ്പെട്ടത്. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഈ കഥ നിരന്തരം സഖാക്കളോട് പറയാറുണ്ടായിരുന്നു. കൃഷ്ണപിള്ള നിങ്ങൾക്കറിയാം, സാധാരണക്കാർക്ക് വേണ്ടി നിലകൊണ്ട ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായിരുന്നു. എന്നാൽ ആ വൃദ്ധൻ്റെ സ്നേഹം, അതിൻ്റെ വലിപ്പം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സാഹചര്യങ്ങൾ എങ്ങനെയാണോ അത് മറ്റൊരാളുടെ ദുഃഖത്തിൽ നമ്മൾ എങ്ങനെ ചേരുന്നുവോ അതൊക്കെ തന്നെ ജീവിതാന്ത്യം വരെ നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവർക്ക് ദൈവകാരുണ്യം ലഭിക്കാൻ അവകാശമുള്ളൂ എന്ന് ബൈബിളിലൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലെയാണ്. മറ്റുള്ളവരുടെ സഹാനുഭൂതിയോടെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്